അടുത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 14 വയസ്സുള്ള സബ്രീന എന്നുള്ളൊരു കുട്ടിയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞതാണ്. അതായത് ആ കുട്ടി 14 വയസ്സായപ്പോൾ ഒരു പ്ലെയിൻ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും 16ാമത്തെ വയസ്സിൽ അത് സ്വന്തമായിട്ട് പറത്തുകയും ചെയ്തു. അതിനുശേഷം ആ ഒരു കുട്ടി MITയിൽ അപ്ലൈ ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് റിജക്റ്റായി. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? സ്വന്തമായിട്ട് ഉണ്ടാക്കി അന്ന് വിമാനം പറത്തിയല്ലോ, ആ വീഡിയോ MITക്ക് അയച്ചു കൊടുത്തു. ഉടനെ തന്നെ MIT അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാലോചിച്ച് നോക്കി, ഇത്രയും വലിയ ഒരു യൂണിവേഴ്സിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവർ പഠിച്ചു, ഒത്തിരി ലെവലിലൊക്കെ മുന്നോട്ടൊക്കെ പോയി PhD ഒക്കെ എടുത്തു. ഒത്തിരി കാര്യങ്ങൾ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ നല്ല മാർക്കോട് കൂടിയാണ് അവിടെ നിന്ന് പുറത്ത് വന്നത്. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടയിലുള്ള കുട്ടികൾക്കും ഇതുപോലുള്ള പല കഴിവുകളും ഉണ്ടാവും. നമ്മൾ ശരിക്കും അത് കണ്ടെത്തുന്നതിനാണ് കാര്യം. അതുമാത്രമല്ല, അവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് നമ്മൾ വഴക്ക് പറഞ്ഞ് പഠിക്കുന്ന കാര്യം മാത്രം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇപ്പോഴത്തെ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ ഉള്ളൊരു സമയത്ത് ബുക്കിലുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. അവർ പുറത്തും കൂടെ ചിന്തിക്കാനായിട്ട് പഠിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടിക്ക് മാത്രമേ അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ കുട്ടിയെയും ഇതുപോലെ ചിന്തിക്കാനായിട്ട് അനുവദിക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.